നോക്കാം. കേരള സർവകലാശാല സെനറ്റിലേക്ക് സർവകലാശാലയിൽ നിന്ന് ചാൻസലർക്ക് ലിസ്റ്റ് നൽകിയിട്ടില്ലെന്ന VC മോഹനൻ കുന്നുമ്മൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ. ലിസ്റ്റ് നൽകാൻ നിയമപരമായ ബാധ്യതയില്ലെന്നും VC വ്യക്തമാക്കി. അതേസമയം ഗവർണർക്കെതിരായ SFI ബാനറിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഗവർണറും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ വാക്പോരുണ്ടായി. ശരത് കെ ശശിയാണ് ചേരുന്നത്. ശരത്, എന്തൊക്കെ കാര്യങ്ങൾ യോഗത്തിലുണ്ടായി? സെനറ്റ് നാമനിർദ്ദേശം അതുപോലെ തന്നെ ഗവർണർക്കെതിരായ ബാനർ, ഈ രണ്ട് വിഷയങ്ങളെ ചൊല്ലിയായിരുന്നു സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ VCയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ ശക്തമായ വാക്പോരിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ സെനറ്റ് നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം JS ഷിജുഖാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കത്ത് VCക്ക് നൽകിയിരുന്നു. ഈ സെനറ്റ് വിദ്യാർത്ഥി പ്രതിനിധികളുടെ നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും സിൻഡിക്കേറ്റ് യോഗത്തിൽ ഹാജരാക്കണം എന്നതായിരുന്നു സിൻഡിക്കേറ്റ് അംഗം JS ഷിജുഖാൻ നൽകിയ കത്തിലെ ആവശ്യം. ഇത് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച നടക്കുകയും ചെയ്തു. ആദ്യം ഈ സെനറ്റ് നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ വിശദമായ മറുപടി പറയാനാകില്ല എന്നതായിരുന്നു VC കൈക്കൊണ്ടിട്ടുണ്ടായ നിലപാട്. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ VC യോഗത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, സാധാരണ സെനറ്റിലേക്ക് ചാൻസലർ നാമനിർദ്ദേശം നടത്തുന്നത് സർവകലാശാല നൽകുന്ന ലിസ്റ്റ് പ്രകാരമായിരിക്കാം. അത് കീഴ്വഴക്കം മാത്രമാണ്. അങ്ങനെ നിയമപരമായി സർവകലാശാല ഒരു ലിസ്റ്റ് ചാൻസലർക്ക് നൽകണമെന്ന് എവിടെയും സർവകലാശാല നിയമത്തിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതായിരുന്നു VC വ്യക്തമാക്കിയത്. അതായത് ഗവർണർക്ക് സർവകലാശാലയിൽ നിന്ന് VC മുഖാന്തിരം ഒരു ലിസ്റ്റും പോയിട്ടില്ല എന്നുള്ള കാര്യം VC വ്യക്തമാക്കുന്നു. അതിന്റെ കാരണം, അങ്ങനെ ഒരു ലിസ്റ്റ് നൽകാൻ ഒരു നിയമപരമായ ഒരു ഒബ്ലിഗേഷനും തനിക്ക് ഇല്ല എന്നുള്ളതായിരുന്നു VC ഈ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നിലപാട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് VCക്കെതിരായ പ്രധാനപ്പെട്ട വിമർശനം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായത് ചാൻസലർക്ക് വേണ്ടിയാണ് സർവകലാശാല തയ്യാറാക്കിയ ലിസ്റ്റ് VC അട്ടിമറിച്ചത് എന്നുള്ളതായിരുന്നു. അത് ഗുരുതരമായ ഒരു വീഴ്ചയായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിക്കുകയും ചെയ്തു. സമാനമായ രീതിയിലുള്ള വാക്പോര് SFI സ്ഥാപിച്ച ബാനറിനെ ചൊല്ലിയും സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായി. ഗവർണർക്കെതിരെ ഈ മാസം ആദ്യമാണ് SFI സർവകലാശാല കവാടത്തിന് മുൻപിൽ ഒരു ബാനർ സ്ഥാപിച്ചത്. ഈ ബാനർ മാറ്റണമെന്ന് VC കർശനമായ നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പായിരുന്നില്ല. ഇതിൽ അദ്ദേഹത്തിനുള്ള അതൃപ്തി ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഹൈക്കോടതി ഉത്തരവടക്കം ഉണ്ടായിട്ടും ഇത്തരത്തിൽ ബാനർ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ വേണ്ടി പറ്റുന്ന നടപടിയല്ല എന്നതായിരുന്നു VC യോഗത്തിൽ പൊതുവെ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്ന നിലപാട്. പക്ഷേ ഇതിനെയും സിൻഡിക്കേറ്റ് അംഗങ്ങൾ എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. SFI അവിടെ സ്ഥാപിച്ചിട്ടുള്ള ബാനർ അത് ജനാധിപത്യപരമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ്. അങ്ങനെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നതായിരുന്നു VCയുടെ വിമർശനങ്ങൾക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തിയ മറുവാദം. ഇത് സംബന്ധിച്ച് SFI സ്ഥാപിച്ച ബാനർ സംബന്ധിച്ച് ഇന്ന് രജിസ്ട്രാർ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് SFIയുടെ ഈ ബാനർ സർവകലാശാല കവാടത്തിൽ നിന്ന് നീക്കുകയാണെങ്കിൽ അത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും എന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന രജിസ്ട്രാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SFIയുടെ ബാനർ അവിടെ നിന്നും മാറ്റേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് സിൻഡിക്കേറ്റ് യോഗം എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും VC ഈ സെനറ്റ് നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചാൻസലറായ ഗവർണർക്ക് ലിസ്റ്റ് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതേ നിലപാട് തന്നെ തനിക്ക് അങ്ങനെ സർവകലാശാല അങ്ങനെ ഒരു ലിസ്റ്റ് ചാൻസലർക്ക് നൽകാനുള്ള നിയമപരമായ ബാധ്യതയില്ല എന്നുള്ള കാര്യം സിൻഡിക്കേറ്റ് യോഗത്തിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇതേ നിലപാട് തന്നെ ഹൈക്കോടതിയിലും VC കൈക്കൊള്ളുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.